ഹായ്. കുറച്ച് ദിവസമായി ഇപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. ഇന്നിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാണ്, പക്ഷേ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ നാട്ടിലൊരു പാർക്ക് വന്നിട്ടുണ്ട്. പാർക്ക് ഉദ്ഘാടനം നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ 2-ന്. ഷൊർണൂർ നഗരവനം എന്ന പേരിൽ ഷൊർണൂർ നഗരസഭയുടെ കീഴിലുള്ളൊരു പാർക്ക്. അപ്പോൾ നമ്മുടെ വളരെ അടുത്താണ്, വീടിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് ചുവന്ന ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഒരാഴ്ചത്തോളമായി. ഇപ്പോഴാണ് പോകാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ അച്ഛനും കൊണ്ട് എൻ്റെ ഒപ്പം നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നഗരവനത്തിലെത്തിയിരിക്കുകയാണ്. മെയിൻ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് ഷൊർണൂർ നഗരവനം എന്ന് എഴുതിയിട്ടുള്ളൊരു ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിനാണ്. അത് നല്ലൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം തന്നെ CCTV സർവൈലൻസിലാണ് കേട്ടോ. 25 ഏക്കറോളം വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ്, അതുപോലെ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിനൊക്കെ ഉള്ള സെപ്പറേറ്റ് വേസ്റ്റ് ബിന്നുകൾ ഉണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം അല്ലേ. ഒരു വെള്ളക്കൊച്ചിനൊക്കെ കാണാനുണ്ടല്ലോ. ചെക്ക് ഡാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡാമൊക്കെ ഉണ്ടോ? ഡാമല്ല, ചെറിയൊരു തടാകം പോലെ ഒരു സംഭവം. ഇനി അതിനകത്ത് മുതലേ വല്ലതും ഉണ്ടോണാവോ. ഈ സ്ഥലം നമുക്ക് പണ്ട് മുതലേ അറിയുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 980 മുതൽ നമുക്കിവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3-ാമത്തെ 4-ാമത്തെ വീടായിരുന്നു. ആ വീടൊക്കെ പൊളിച്ചു പോയി. അന്ന് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഈ മെയിൻ വന്ന് നമ്മൾ ടാറിട്ട റോഡുണ്ട്, പക്ഷെ ഇതൊക്കെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് ഇങ്ങനെ ഫോറസ്റ്റ്, ഈ കശുമാങ്ങ തോപ്പായിരുന്നു. കശുമാവിന്റെ ചെറുപ്പത്തിൽ കശുമാവിന്റെ ഓർമ്മയുണ്ട്. നമ്മൾ ഈ മാവിന്റെ ചോട്ടിൽ കൂടെയൊക്കെ പണ്ട് നടന്നു വന്നിരുന്നത്. ഇതിലിങ്ങനെ ഒരു നടവഴിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ കോറി അന്നും ഉണ്ട്. ഇത് പണ്ടേ ഉള്ളൊരു കോറിയാണ്. ഈ കോറീനെയാണ് ഇപ്പോൾ ഇവർ കുറച്ചിങ്ങനെ എന്താ പറയുക, ഒരു തടാകം മാതിരിയൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. ഐഡിയ ഈസ് ഗുഡ്. കുറച്ചും കൂടെയൊക്കെ ഡെവലപ്പായി വരുമ്പോൾ ഒന്നും കൂടെ നന്നാവുമായിരിക്കാം. പിന്നെ ഇപ്പോൾ അവരുടെ നാഷണൽ ഫോറസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. നക്ഷത്രവനം, അങ്ങനെ പലതരം വനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നക്ഷത്രവനം. അപ്പോൾ പഴയ കശുമാവിൻ്റെ നീക്കിയിരിപ്പ് അവിടെയും ഇവിടെയൊക്കെ ഒന്നെണ്ണം കാണാനുണ്ട്. പക്ഷെ കൂടുതലും പുതിയതായിട്ടുള്ള മരങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ എൻട്രൻസിൽ വന്നിട്ടേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ ഉള്ളിലേക്കൊക്കെ പോയി നോക്കിയാൽ അറിയാം ഒക്കെയാണ് അവർ ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അതെ, ഇപ്പം മറ്റു സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ ഷൊർണൂർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെ പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മളിപ്പോൾ ഈ പൊതുവെ ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഒരു ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു കൂടി ഇരിക്കുന്ന ഏരിയാസ് ഉണ്ട്, വേറെ പലതുണ്ട്. പക്ഷേ പാർക്ക് എന്ന പേരിൽ അങ്ങനെയൊന്നുമില്ല. സിറ്റികളിൽ ഒരുപാട് പാർക്ക്, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയൊക്കെ പോകുമ്പോൾ പാർക്ക് ഒരുപാടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾക്കൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ, ഒന്ന് നടക്കാൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും നല്ലൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബർ 8-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒക്ടോബർ 8-ാം തീയതി വരെയാണ് ഇവിടെ എൻട്രി സൗജന്യമുള്ളൂ എന്നാണ് ഞാനിപ്പോൾ ഇവിടുത്തെ അധികൃതരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് എൻട്രി. ഇപ്പോൾ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നഗരവനത്തിൻ്റെ ഭാഗമായിട്ട് നക്ഷത്രവനം എന്നൊരു അപ്കമിങ് പ്രോജക്റ്റിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവരുടെ ഫോറസ്റ്റ് ഏരിയയിലൂടെ 1 കിലോമീറ്ററോളം ഒരു ട്രെക്കിംഗ് ആണ് മറ്റൊരു സവിശേഷത. എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ഗുരുവായൂർ പാലക്കാട് സംസ്ഥാന പാതയിൽ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ടുവേർഡ്സ് പാലക്കാട് സൈഡ് ആണ് ചുവന്ന ഗേറ്റ്.
ഷൊർണൂർ ടൗണിൽ നിന്നോ അല്ലെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ പട്ടാമ്പി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവർ ട്രക്കിംഗ് സ്പോട്ടുകളുണ്ടല്ലോ, അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കാം അല്ലേ. 25 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, കേരള വനം വകുപ്പിൻ്റെ കീഴിലാണ്. അതെ അതെ. ഇതിവിടെ ചെറുതായിട്ട് ട്രക്കിങ്ങിനുള്ളൊരു സ്പേസും കൂടി ഉണ്ട്. എത്ര ദൂരത്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം. അതെ അതെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ചുവന്ന ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലം തന്നെ ഏതാണ്ടൊരു ഫോറസ്റ്റാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഡിപ്ലോമയൊക്കെ പഠിച്ചിരുന്ന IPT കോളേജ്. അപ്പോൾ IPT കോളേജിലുള്ള പിള്ളേർക്ക് ക്ലാസ് കട്ട് ചെയ്തിരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ്. പക്ഷെ ഇവിടെ മലമ്പാമ്പ് ഒക്കെ ഉണ്ട് അല്ലേ? അതെ, അത് മയിലാണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, അതല്ല, വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് നോക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അത് ഈ പച്ചപ്പ് കളറും കൂടി ആയതുകൊണ്ടേ. പക്ഷെ അതിൻ്റെ പച്ചപ്പ് കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. ഒരു ജീപ്പൊക്കെ ആയിട്ട് നല്ല ഓഫ് റോഡിങ്ങിന് പോകാൻ പറ്റിയ പാതയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് ഇതിൻ്റെ ഒരു മറ്റേ സൈഡിൽ അത്യാവശ്യം ഒരു കാണാനുള്ള നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് ഇതിങ്ങനെ കറങ്ങിയിട്ട് അവസാനം നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് തന്നെ എത്തുന്നതാണ് ഇവരുടെ പരിപാടി തോന്നുന്നുണ്ട്. ഒരു കിലോമീറ്റർ മുതൽ 1.25 കിലോമീറ്റർ വരെ നടക്കാവുന്ന ദൂരമുണ്ട്. നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഒരു 11 മണിയൊക്കെയാണ് രാവിലെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആൾക്കാർ തിരക്കൊന്നും ഇല്ലാത്തത്. അതൊന്നൊരു വൈകിട്ടൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഒന്ന് ഒരു വർക്കിംഗ് ടൈം കൂടിയാണ് തന്നെ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടൊക്കെയാണ്. എന്തായാലും ഒന്ന് നടക്കാനൊക്കെ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നല്ല ഫ്രഷ് എയറും കൊണ്ട് നടക്കാം. ഇന്നത്തെ 8ാമത്തെ ആള് അല്ല, ഇത് 9 മണിക്ക് തുറക്കുള്ളേ. അപ്പൊ നമ്മളൊരു 10:30 വന്നില്ലേ. 8ാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം പ്ലസ് ഉണ്ടാവും. 8ാമത്തെ ടീം. അതെ, ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള വ്ളോഗേഴ്സ് ഒക്കെ ഷൂട്ട് ചെയ്തു. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, നിങ്ങളിതുവരെ പോയില്ലേ ചോദിച്ചു. പോകാൻ പറ്റിയിട്ടില്ല, എപ്പോഴാണ് 10 വന്ന്. അത് ക്യാമറ കണ്ണിൽ കിട്ടുമെന്നറിയില്ല, അങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കറക്റ്റ് ഫ്രെയിം കിട്ടില്ല, എന്നാലും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അവരുടെ ആ ഒരു റെസ്റ്റ് റൂം സൗകര്യം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ നടന്ന് ഒരുവിധം എത്തി. ഇവിടെ ഒരു കീരി കണ്ടു. കീരിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് പാമ്പുണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഒരു റെസ്റ്റ് റൂം സൗകര്യമുണ്ട്, ജെൻസിനും ലേഡീസിനും. അതുപോലെ മുഖം കഴുകാനൊക്കെ ആയിട്ടുള്ളതും വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടച്ച് വെക്കുക, അല്ലെങ്കിൽ വല്ലതും കൊണ്ടുപോയാലോ അല്ലേ. അതിലടച്ച് വെക്കുക. കുട്ടികൾക്കുള്ള പാർക്ക്, ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം കുട്ടികളൊന്നും ഇല്ല, എല്ലാവരും സ്കൂളിൽ പോയിരിക്കുകയായിരിക്കും. ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, കുട്ടികളുടെ പാർക്കിലെ ഉപകരണം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം. അതാണ് ഗൈസ്. അപ്പോൾ എന്നെപ്പോലുള്ള മുതുക്കന്മാരാരും തന്നെ ഇതിലൊന്നും കയറിയിരുന്നിട്ട് ഇതിന് കേടുപാടുണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു ജെൻറ്റിൽ റിമൈൻഡറാണ്.
ജോക്സ് അപ്പാർട്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് 10ഓളം കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുട്ടികൾ ഈ പാർക്കിൽ വളരെയധികം എൻജോയ് ചെയ്യും. കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു ഞങ്ങൾ. അപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം അർജുൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വയലും വീടും